Hi all friends, welcome to MTM Political Talk. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ മറ്റു അയൽ രാജ്യത്തിനെതിരെ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് വിശദീകരിക്കുന്നതിന് വേണ്ടി നമ്മുടെ MP-മാരുടെ സംഘം വിദേശ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വിദേശത്തെ പ്രധാനപ്പെട്ട സഖ്യരാജ്യങ്ങളും ശക്തിയുള്ള മറ്റു രാജ്യങ്ങളും നയതന്ത്ര തലത്തിലുള്ള ബന്ധങ്ങളുള്ള മറ്റു രാജ്യങ്ങളിലുമൊക്കെയാണ് നമ്മുടെ MP-മാരുടെ സർവകക്ഷി സംഘം സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഒരു സംഘത്തെ നയിക്കുന്നത് കനിമൊഴി MP-യുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം സ്പെയിനിൽ നടത്തിയ ഒരു സന്ദർശനത്തിനിടയ്ക്ക് സദസ്സിൽ നിന്ന് ഉയർന്ന ഒരു ചോദ്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമ്മുടെ MP-മാരുടെ സംഘം ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് വിശദീകരിക്കുന്നതിന് വേണ്ടി ലോകരാജ്യങ്ങൾ സന്ദർശിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യ സ്വീകരിച്ച നടപടി എന്നുള്ള വിഷയങ്ങൾ ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ വിശദീകരിക്കുക എന്നത് ആണ് സംഘത്തിന്റെ ദൗത്യം. വ്യത്യസ്ത സംഘങ്ങളായി തിരിഞ്ഞ് ലോകത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രങ്ങൾ സന്ദർശിച്ച് ഇന്ത്യയുടെ നയങ്ങൾ വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനിടയ്ക്ക് സ്പെയിനിലെ സന്ദർശനത്തിനിടയ്ക്ക് MP-മാരുടെ സംഘത്തെ നയിക്കുന്ന കനിമൊഴി MP-യോട് സദസ്സിൽ നിന്ന് ഒരു ചോദ്യം ഉയർന്നതും കനിമൊഴി അതിന് കൊടുത്ത മറുപടിയുമാണ് ഇന്ന് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്പെയിനിലെ പൊതുജനങ്ങളോട് സംവദിക്കുന്ന ഒരു പരിപാടിയായിരുന്നു വേദി. കനിമൊഴി അടക്കം സംഘാംഗങ്ങളാണ് ഇരിക്കുന്ന സദസ്സിൽ നിന്ന് ഒരു പ്രവാസിയുടെ ചോദ്യം ഉയർന്നത്. ചോദ്യം ഇങ്ങനെയായിരുന്നു: ഇന്ത്യയുടെ ദേശീയ ഭാഷ ഏതെന്നായിരുന്നു ചോദ്യം. ഒട്ടും പകച്ചു നിൽക്കാതെ MP-മാരുടെ സംഘത്തിന്റെ നേതാവായ കനിമൊഴി നൽകിയ ഉത്തരം വായടപ്പിക്കുന്നതായിരുന്നു. ഇന്ത്യയുടെ ദേശീയ ഭാഷ ഐക്യവും വൈവിധ്യവുമാണെന്നായിരുന്നു കനിമൊഴി നൽകിയ മറുപടി. തങ്ങളുടെ സംഘം ലോകത്തിന് നൽകാൻ ലക്ഷ്യമിടുന്ന സന്ദേശവും ഇതുതന്നെയാണെന്ന് കനിമൊഴി MP പറഞ്ഞു. ചോദ്യകർത്താവിന്റെ ഉദ്ദേശം ഏതായാലും കനിമൊഴി MP നൽകിയ മറുപടിയാണ് ഇവിടെ പ്രസക്തം. ചോദ്യകർത്താവ് എന്താണോ ഉദ്ദേശിച്ചത് എന്നതല്ല, കനിമൊഴി MP നൽകിയ മറുപടിക്കാണ് ഇവിടെ പ്രാധാന്യം. കനിമൊഴി MP-യുടെ നേതൃത്വത്തിലുള്ള സർവകക്ഷി സംഘത്തിൽ രാജീവ് റായ് സമാജ്വാദി പാർട്ടി, ബിജേഷ് ചൌട്ടായി BJP മുതലായ മുതിർന്ന MP-മാരും പ്രേംചന്ദ് ഗുപ്ത രാഷ്ട്രീയ ജനതാദൾ, അശോക് കുമാർ മിത്തൽ AAP, മഞ്ജീവ് S പുരി, ജാവേദ് അഷ്റഫ് എന്നിവരും ഉൾപ്പെടുന്നു. ഇങ്ങനെ ഒരു വിപുലമായ MP-മാരുടെ സംഘമാണ് ഈ സന്ദർശനത്തിൽ ഉള്ളത്. ഏപ്രിൽ 22 നടന്ന പഹൽഗാം ഭീകരാക്രമണത്തിലുള്ള ഇന്ത്യയുടെ പ്രതികരണവും അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ പോരാട്ടത്തെക്കുറിച്ചും വിശദീകരിക്കുവാനും പാകിസ്ഥാന് തുടർന്ന് പ്രതിനിധി സംഘം ഇതുവരെ 5 രാഷ്ട്രങ്ങൾ സന്ദർശനം പൂർത്തിയാക്കി. എന്നിട്ടാണ് അവർ സ്പെയിനിലെത്തിയത്. പക്ഷേ ഇവിടുത്തെ പ്രസക്തമായ ഈ ചർച്ച നമ്മൾ ഇന്ന് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രസക്തമായ കാര്യം എന്തെന്ന് വെച്ചാൽ കനിമൊഴി കൊടുത്ത അതിനുള്ള ഉത്തരം തന്നെയാണ്. തീർച്ചയായും നല്ല ഒരു മറുപടി തന്നെയാണ് കനിമൊഴി MP പറഞ്ഞത്. ദേശീയ ഭാഷ ഐക്യവും വൈവിധ്യവുമാണെന്നായിരുന്നു കനിമൊഴിയുടെ നൽകിയ മറുപടി. ഇന്ത്യയുടെ ദേശീയ ഭാഷ ഐക്യവും വൈവിധ്യവുമാണെന്നായിരുന്നു കനിമൊഴി നൽകിയ മറുപടി. ഇത് തന്നെയാണ് ഇന്ന് സോഷ്യൽ മീഡിയ വളരെ ലാഘവത്തോടെ കൂടി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഊന്നി പറഞ്ഞിരിക്കുന്നതും. തീർച്ചയായും നമ്മുടെ ഭാഷ കനിമൊഴി പറഞ്ഞതുപോലെ ഇന്ത്യയുടെ ദേശീയ ഭാഷ ഏതെന്നായിരുന്നു ചോദ്യം. ദേശീയ ഭാഷ ഐക്യവും വൈവിധ്യവുമാണെന്നായിരുന്നു കനിമൊഴിയുടെ നൽകിയ മറുപടി. തീർച്ചയായും അത് തന്നെയാണ്, ഐക്യവും വൈവിധ്യവും തന്നെയാണ് നമ്മുടെ ദേശീയ ഭാഷ. നമ്മൾ അതാണ് മുറുകെ പിടിക്കുന്നതും. അത് തന്നെയാണ് ശ്രീ കനിമൊഴി MP നൽകിയ മറുപടി. ഈ സദസ്സിന് കൊടുത്ത മറുപടി തന്നെയാണ് ഇന്ന് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളും ആ വിഷയത്തെക്കുറിച്ച് ഒന്ന് വിശദമായി
സംവാദിക്കാം എന്ന് തീരുമാനിച്ചു. തീർച്ചയായും ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും ലൈക്ക് ചെയ്യുവാനും ഉറപ്പിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.